സിദ്ദീഖുമായി ബന്ധപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ CPM വിജയിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇത്തവണ ആ വിഷയം പരിഹരിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയാണ്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രചാരണ വേളയിൽ തന്നെ നമ്മൾ ശുഭപ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലാണ് പോളിംഗ് ദിവസം പര്യവസാനിച്ചത്. അതുകൊണ്ട് പൊന്നാനിയിൽ ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊന്നാനിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി. പലരും പോൾ ചെയ്യാൻ പോയിട്ടില്ല എന്നൊക്കെ ഒരു ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? പൊന്നാനി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടുതലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. എന്നാലും അത് UDF വോട്ടുകൾ പോൾ ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. ഇനി മറ്റുള്ള പാർട്ടികളുടെ വോട്ടുകളിൽ വന്ന ചോർച്ചയും വീഴ്ചയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നാളെ ഞങ്ങളുടെ ഒരു ബൂത്ത് തല അവലോകന യോഗമുണ്ട്. അത് കഴിയുമ്പോൾ ഒരു വ്യക്തമായ ചിത്രം നമുക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കും. CPM സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ സിദ്ദീഖിനെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം വലിയ പ്രശ്നങ്ങളും ആരോപണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഭാഗം, അതായത് ഈ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച വിഭാഗം വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വോട്ട് UDFനാണ് വന്നത് എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? ഇത് ഈ സിദ്ദീഖുമായി ബന്ധപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ CPM വിജയിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. സിദ്ദീഖ് തന്നെ പ്രചരണ രംഗത്തന്ന് ആദ്യാവസാനം സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ ആ വിഷയം പരിഹരിക്കുന്നതിൽ CPM പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകളായിരുന്നു ഫീൽഡിൽ നിന്ന് ഉടനീളം കിട്ടിക്കൊണ്ടിരുന്നത്. അത് അവസാന പോളിംഗ് ദിവസം അത് കൃത്യമായി പ്രതിഫലിക്കുകയുണ്ടായി. LDF വോട്ടുകൾ UDFലേക്ക് വന്നിട്ടുണ്ടോ? ഒരു തർക്കമില്ല. സ്വാഭാവികമായിട്ടും CPMന് കിട്ടേണ്ട വോട്ടുകൾ LDF മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ UDFന് ഇത്തവണ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷക്കാർ UDFന് ഇത്തവണ മാറ്റി ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് പരിശോധിക്കണം, അതിൻ്റെ ഒരു തോത് എത്രയാണ്, അളവ് എത്രയാണെന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മുൻകാലങ്ങളെ പോലെ ആ സബ്ജക്റ്റ് പരിഹരിക്കുന്നതിൽ, അത് പാച്ചപ്പ് ചെയ്യുന്നതിൽ CPM ഇത്തവണ വിജയിച്ചിട്ടില്ല. ആ അസംതൃപ്തിയും നിരാശയൊക്കെ ഉടനീളം അവസാന ദിവസം വരെ നിലനിന്നു. അത് CPMൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു പോരായ്മ വീഴ്ചയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രധാനമായിട്ട് പൊന്നാനി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയാണെന്നാണെന്നല്ലോ പറയപ്പെടുന്നത്. പക്ഷേ പൊന്നാനി ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം ദിനേന ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ പൊന്നാനിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊന്നാനിയിൽ അപ്പോൾ ഇത്തവണ ഒരു മാറ്റം സംഭവിക്കും? ഒരു തർക്കമില്ല. പൊന്നാനി കേരളത്തിൽ UDF വിജയിക്കുന്ന ആദ്യ മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം പൊന്നാനിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കഴിഞ്ഞൊരു 2-2.5 വർഷമായിട്ട് നമ്മൾ ഇടപെടുകയും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തതിൽ നിന്ന് ഞാൻ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്, ഒരു 5 അക്ക ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താനൂരിൽ PK നവാസ് ഉൾപ്പെടെ പറഞ്ഞത് AP സമസ്തയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നോ? പൊന്നാനിയിൽ അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? AP സമസ്ത ഇവിടെ അങ്ങനെ എനിക്കെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു നീക്കം നടത്തിയിട്ടില്ല. എന്നാൽ അങ്ങനെ അവർ പ്രകടമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തതായിട്ട് അറിവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ അണികളും പ്രവർത്തകരൊക്കെ ആയിട്ട് എനിക്ക് അടുത്ത വ്യക്തിബന്ധമാണുള്ളത്. അതുകൊണ്ട് അവരുടെ വോട്ടുകളിൽ നല്ലൊരു ഭാഗം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AP സംസ്ഥയുടെ വോട്ടപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്തൊരു CPMൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരിപ്പോൾ AP ഉസ്താദ് പറഞ്ഞാലും വോട്ട് ചെയ്യണമെന്നില്ല. അത്തരം വോട്ടുകൾ ലഭിച്ച് കാണില്ല. അതിലൊരു ഉലമ കമ്മ്യൂണിറ്റി, അതിനൊരു പണ്ഡിത കമ്മ്യൂണിറ്റിയും അവരുടെ സംഘടനാ പ്രവർത്തകരുമായ ആളുകളുടെ വലിയൊരു വിഭാഗം വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അപ്പോൾ വലിയ വിജയം സംഭവിക്കാനിരിക്കുകയാണ് പൊന്നാനിയിൽ അല്ലേ? പൊന്നാനിയിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർജിനിൽ ജയിക്കും.